are discussing about the applications of a diode, semiconductor diode. So the first application is a rectifier. So what do you mean by rectifier? The device which converts AC signal into DC. അതായത് ഒരു എ സി സിഗ്നല് ഒരു ഡിവൈസ് ഡി സി സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ പൾസേറ്റിംഗ് ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഡിവൈസ് ഈസ് നോൺ ആസ് റെക്ടിഫയർ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് there are two type of rectifier. The one is half wave rectifier, the other is full wave rectifier. So അതുകൂടാതെ മറ്റ് ടൈപ്പ് റെക്ടിഫയേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, ദെൻ what do you mean by the half wave rectifier? The rectifier which rectifies only half cycle of AC signal is known as half wave rectifier. ഓക്കെ, സോ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടുന്നത് ഒരു ട്രാൻസ്ഫോമറാണ്. സോ ദിസ് ഈസ് ട്രാൻസ്ഫോമർ. ഓക്കെ, ദിസ് ഈസ് ദ പ്രൈമറി ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയാണ്. അതുപോലെ തന്നെ സെക്കൻഡറി ഉണ്ടാവും, ട്രാൻസ്ഫോമറിന് സെക്കൻഡറി. സോ ദിസ് ഈസ് സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. ഓക്കെ, സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. So this is S, this is P, this is S. Okay, and then transformer is connected to a diode. Okay, so this is diode. Okay, then diode is connected to a load resistance. This is load resistance. Okay, load resistance. So this is load resistance. So this is a half wave rectifier. അപ്പോൾ നോക്ക് ഇവിടെ നമ്മൾ എ സി സിഗ്നൽ ആയിരിക്കും കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് ഇൻപുട്ട്. ഓക്കെ, എ സി സിഗ്നൽ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. സോ എങ്ങനെയാണ് ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മളിവിടെ ഇൻപുട്ട് വരയ്ക്കുകയാണ്. സോ ദിസ് ഈസ് ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് എ സി. സോ ദിസ് ഈസ് ഇൻപുട്ട്. Then output എന്താണ് കിട്ടുക നമുക്ക് നോക്കാം. So this is output. During positive half cycle of AC, S become positive. Okay, so this is P1, this is P2, so this is S1, S2. During positive half cycle of AC signal, the S1 become positive. That means this diode D become forward bias. നമുക്കറിയാം ഡയോഡ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ പി സൈഡ് പോസിറ്റീവും എൻ സൈഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പി സൈഡ് പോസിറ്റീവായി. ദെൻ ഇറ്റ് കണ്ടക്ട്. ഇപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസായി ഇത് കണ്ടക്ട് ചെയ്യുന്നു, ഇനി ലോഡ് റെസിസ്റ്റൻസിലൂടെ വരുന്നു. ഓക്കെ, സോ ഈ സിഗ്നൽ, ഈ ഇൻപുട്ടിലെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതുപോലെ തന്നെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിലൂടെ കടത്തി വിടുന്നുണ്ടാവും. Okay, so this is the output. The next half cycle, this is negative half cycle. The S1 become negative and S2 become positive. അതായത് നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, S1 നെഗറ്റീവ് ആവുന്നു, S2 എന്താവുന്നു, പോസിറ്റീവ് ആവുന്നു. ദാറ്റ് മീൻസ് ഡയോഡിൻ്റെ ഇവിടെ എന്താ വരിക, നെഗറ്റീവാണ് വരിക. ദാറ്റ് മീൻസ് ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്. ഓക്കെ, ഡയോഡ് റിവേഴ്സ് ബയാസ്, ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഹാഫ് സൈക്കിളിന് ഇത് കടത്തി വിടില്ല. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക, ഈ ഹാഫ് സൈക്കിളിൽ ഒന്നും ഉണ്ടാവില്ല, ഇത് ഇങ്ങനെ പോകും. ഓക്കെ, ഡ്യൂറിങ് നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഈ സൈക്കിൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, the process is repeated. So this become positive and this become negative. Okay, then diode become forward bias, it conduct correct. The next negative half cycle, the diode is reverse bias, it does not conduct electricity. So അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇതാ ഈ രീതിയിലാണ് കിട്ടുക, പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ്
half wave rectifier. ഇതാണ് half wave rectifier. Half wave rectifier. Okay, half wave rectifier. Then what is the ripple factor? എന്താണ് ripple factor? Ripple factor means VAC divided by VDC. അതായത് AC voltage divided by DC voltage. Okay, this is the ripple factor. Ripple factor. Okay. Then its value equal to 1.21. Half wave rectifier ripple factor 1.21. High ripple factor. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലെ എന്താ ഡി സി കംപ്ലീറ്റ് വന്നില്ല, ഡി സി അതായത് എ സിയുടെ കുറേ ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് റിപ്പിൾ ഫാക്ടർ ഇത്രയും കൂടാനുള്ള കാരണം. ദെൻ എഫിഷ്യൻസി ഈറ്റ. എഫിഷ്യൻസി എന്ന് പറയുന്നത് പി ഡി സി ഡിവൈഡ് ബൈ പി എ സി ആണ്. അതായത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. That become eta equal to 0.406. 0.406. Okay, divide by 1 plus R2 by RL. Okay, or R2 or RD. This is RD. Dynamic resistance of a diode. RD is known as dynamic resistance of a diode. അതായത് ഒരു ഡയോഡിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അതാണ് ഈ RD. RL is the load resistance, external resistance. ഓക്കെ, സോ ഇതിനെ കുറച്ചുകൂടി നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് വിത്ത് ഫിൽറ്റർ. The capacitor is act as a filter. ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഒരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന കപ്പാസിറ്ററാണ്. കാരണം കപ്പാസിറ്റർ എന്ത് ചെയ്യും, അത് എ സിനെ കടത്തി വിടുകയും ഡി സിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. കാരണം കപ്പാസിറ്ററിന് ഒരു വലിയൊരു ക്വാളിറ്റി ഉള്ളത് അതെന്താ, ചാർജിങ് ഡിസ്ചാർജിങ് ക്വാളിറ്റിയാണ്. സോ ചാർജിങ് ഡിസ്ചാർജിങ് എ സി സിഗ്നലാണ് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് എ സിനെയാണ് കപ്പാസിറ്റർ കടത്തി വിടുക, ഡി സിനെ ബ്ലോക്ക് ചെയ്യുക. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് എഫിഷ്യൻസി നമുക്കിതിൻ്റെ ഇത് കൂട്ടാൻ വേണ്ടി പറ്റും. സോ കപ്പാസിറ്റർ കണക്ട് ചെയ്യാത്തതിനെ നമ്മൾ എന്ത് പറയും, വിത്തൗട്ട് ഫിൽറ്റർ. കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പം വിത്ത് ഫിൽറ്റർ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ? സോ ഇറ്റ്സ് എ ലോ പവർ. അതിന് പവർ കുറവാണ്. കാരണം ഇത്രമാത്രം അതായത് എ സിയുടെ ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ ഡി സി ആക്കി മാറ്റുന്നുള്ളൂ. അതും നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ ഡി സി ആക്കി മാറ്റുന്നില്ല. ദെൻ റിപ്പിൾ ഫാക്ടർ ഈസ് വെരി ഹൈ. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. റിപ്പിൾ ഫാക്ടർ ഈസ് വെരി ഹൈ. എന്നാൽ ഔട്ട്പുട്ടിൽ നമുക്ക് കൂടുതൽ ഫ്രീക്വൻസി ഉള്ള എ സി ആണ് വരുന്നത്. സോ റിപ്പിൾ ഫാക്ടർ ഈസ് വെരി ഹൈ. അതുപോലെ തന്നെ low power. This is the main disadvantage of half wave rectifier. So next one, how to find the dynamic resistance of a diode. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയനാമിക് റെസിസ്റ്റൻസ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ഒരു ഡയോഡ് നമ്മൾ എടുക്കുന്നു. സോ ദിസ് ഈസ് ഡയോഡ്. ഓക്കെ, ദെൻ ഈ ഡയോഡിന് അക്രോസ് ഞാനൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, വോൾട്ട് മീറ്റർ. ദെൻ ഇവിടെ ഞാനൊരു മില്ലി അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, മില്ലി അമ്മീറ്റർ. ദെൻ ഇവിടുത്തെ വോൾട്ടേജ് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് റിയോസ്റ്റാറ്റ്. ഓക്കെ, ദെൻ റിയോസ്റ്റാറ്റ് ഒരു കീ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ദിസ് ഈസ് കീ. ഓക്കെ, ഇനി ഇത് നമുക്കറിയാം ഫോർവേഡ് ബയാസ്, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കാണുന്നത്. സോ ഇതെന്തായിരിക്കണം, ദിസ് ബിക്കം പോസിറ്റീവ്, ദിസ് ബിക്കം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ഡയനാമിക്കൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഒരു ഡയോഡിൻ്റെ ഡയനാമിക്കൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു സർക്യൂട്ട്. ഓക്കെ, ദെൻ അപ്പം ഞാനിവിടെ ഈ റിയോസ്റ്റാറ്റ് വേരി ചെയ്യുന്നു. അപ്പോൾ വോൾട്ടേജ് കിട്ടും.
സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മില്ലി ആംമീറ്ററിൽ കറണ്ട് ഉണ്ടാവും. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. സോ ദിസ് ഈസ് വി, ദിസ് ഈസ് ഐ ഇൻ മില്ലി ആംപിയർ. അപ്പോൾ നമുക്കറിയാം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡയോഡ് സിലിക്കൺ ഡയോഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിങ്ങോട്ടേക്ക്. സോ സിലിക്കൺ ഡയോഡാണെങ്കിൽ ഏകദേശം ഒരു നീ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് 0.7 വോൾട്ട് ആയിരിക്കും. ആ റേഞ്ചിലാണ് പോകുക നീ വോൾട്ടേജ്. അതേസമയം ജർമ്മനി ആണെങ്കിൽ 0.3 ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ സിലിക്കൺ ആണ് ഉപയോഗിക്കുന്നത്, സിലിക്കൺ ഡയോഡ്. സോ എനിക്ക് ഇങ്ങനൊരു ഗ്രാഫ് കിട്ടും. എന്നിട്ട് ഞാനിവിടെ ഒരു സ്ലോപ്പ് എടുക്കുകയാണ്, ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ബി സി ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത് വി ആണ്, ഇത് ഐ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ സി ബൈ എ സി ഡിവൈഡ് ബൈ ദിസ് ഈസ് എ സി, ദിസ് ഈസ് ബി സി, എ സി ഡിവൈഡ് ബൈ ബി സി, അതായത് എ സി ഡിവൈഡ് ബൈ ബി സി. എ സി ഇസ് ദ വി അല്ലേ? ബി സി എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ഐ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഡയനാമിക്കൽ റെസിസ്റ്റൻസ്. ദിസ് ഈസ് ഈക്വൽ ടു ഡയനാമിക്കൽ റെസിസ്റ്റൻസ്. അപ്പം ഒരു ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറയുന്നത്. അപ്പം എനിക്ക് ഇവിടെ ഒരു ഗ്രാഫ് കിട്ടും. എന്നിട്ട് ആ ഗ്രാഫിൽ നിന്ന് ഈ ഒരു സ്ലോപ്പ് എടുക്കും. സ്ലോപ്പല്ല, ഇവിടെ ഞാൻ ഐ ഇവിടെയും വി ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എ സി, ദിസ് ഈസ് എ സി. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ലേ, ഇവിടെ ആ ഡിഫറൻസ് ആണ് എ സി. ദെൻ കറണ്ട് എ സി ബൈ ബി സി, that is equal to V by I, that is equal to resistance. So this is the value of dynamic resistance of a diode. ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് റെസിസ്റ്റൻസ് കാണുക. അതാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ എഫിഷ്യൻസി കാണുന്നതിൽ, അതായത് 0.406 ഡിവൈഡ് ബൈ 1 + RD ഡിവൈഡ് ബൈ RL. ഇത് നമ്മുടെ എഫിഷ്യൻസി കാണേണ്ട ഇക്വേഷൻ. ഇതിൽ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ, മറ്റേത് ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി വരുന്നത്, മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 40.6%. ദിസ് ഈസ് ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഫുൾ വേവ് റെക്ടിഫയർ. Full wave rectifier. Okay, so what do you mean by full wave rectifier? The rectifier which rectifies both half cycle of AC signal is known as full wave rectifier. Okay, so എന്തൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക നമുക്ക് നോക്കാം. ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ടാവും. സോ ദിസ് ഈസ് ട്രാൻസ്ഫോമർ. ഓക്കെ, സോ ഈ ട്രാൻസ്ഫോമറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ട്രാൻസ്ഫോമർ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, ദിസ് ഈസ് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. കാരണം ഇവിടെ നിന്ന് ഒരു വയർ കൂടി നമ്മൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഒരു ലീഡ് കൂടി എടുക്കുന്നുണ്ടാവും. സോ അതുകൂടാതെ ഇതിൽ 2 ഡയോഡ് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് D1 പിന്നെ D2. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു രണ്ടും കൂടി കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ നമ്മളൊരു ലോഡ് റെസിസ്റ്റൻസ് കൊടുക്കുന്നു. ദിസ് ഈസ് ലോഡ് റെസിസ്റ്റൻസ് RL. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഞാൻ ദിസ് ഈസ് പ്രൈമറി P1 P2. ഓക്കെ, P1 P2. സോ ദിസ് ഈസ് സെക്കൻഡറി S1 S2. Okay, this is secondary. Then D1 ഇവിടെ ഞാൻ O എന്ന് കൊടുക്കുന്നു. This is A, this is B. Okay, this is C. So ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. This is AC സിഗ്നൽ, ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക എന്ന് നോക്കാം. സോ സിഗ്നൽ, സോ ദിസ് ഈസ് ഇൻപുട്ട് സിഗ്നൽ. ഇത് ഇൻപുട്ട് സിഗ്നലാണ്. ഓക്കെ, അതുപോലെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ദെൻ
ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC. So S1 become positive and S2 become negative. That means D1 is forward bias. അപ്പോൾ during positive half cycle of AC signal. Okay, D1 forward bias, okay, and D2 is the reverse bias. Okay, then current flows through the current ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ പോവാ, അതായത് S1 D1 പിന്നെ O A B S1 എന്ന് പറഞ്ഞ കറണ്ട് ഇതാ ഇങ്ങനെ ഈ മുകളിലെ ഇതിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇതാ, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇതുപോലെ അങ്ങോട്ടൊക്കെ കടത്തി വിടും. ഓക്കെ, സോ ദിസ് ഈസ് ഔട്ട്പുട്ട്, ദിസ് ഈസ് ഇൻപുട്ട്, ഓക്കെ, ദിസ് ഈസ് ഔട്ട്പുട്ട്. Okay, during negative half cycle, that is S1 become negative and S2 become positive. Now negative half cycle of AC. Okay, negative half cycle of AC. D1 is reverse bias. Okay, and D2 is forward bias. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടക്ട് ചെയ്യില്ല, ഇത് കണ്ടക്ട് ചെയ്യും. സോ D2 കണ്ടക്ട് ചെയ്യും. സോ എങ്ങനെ കറണ്ട് പോവാ, ഇതാ S2 OABC S2. അപ്പോൾ കറണ്ട് പോകുന്ന പാത്ത് S2 OABC S2. നോക്കൂ, ഈ റെസിസ്റ്റൻസിന് അക്രോസ് രണ്ട് പോകുന്നത്, അതായത് സോ ഇതിങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു ഈ ഡയറക്ഷൻ, അതുപോലെ ഇതും ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷൻ. അപ്പോൾ ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് രണ്ട് കേസിലും കറണ്ട് സെയിം ആണ് അല്ലേ, പോകുന്നത് സെയിം ഡയറക്ഷൻ. അതുകൊണ്ട് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC ഈ സിഗ്നലും ഈ രീതിയിലേക്ക് വരും, ഇൻവേർട്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ആ ഹാഫ് വേവ് റെക്ടിഫയറിൽ നിന്ന് ഇപ്പോൾ ഫുൾ വേവിലേക്ക് വരും. രണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും റെക്ടിഫൈ ചെയ്തു. സോ ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ഇൻ എവറി സൈക്കിൾ. അടുത്ത നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് അല്ലേ. അപ്പോൾ എന്താ വേണ്ടത്, നെക്സ്റ്റ് പോസിറ്റീവ്, അതായത് ദിസ് ബിക്കം പോസിറ്റീവ്, ദിസ് ബിക്കം നെഗറ്റീവ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ വീണ്ടും ഇതിങ്ങനെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, so this is the working of a full wave rectifier. അപ്പോൾ രണ്ട് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ റെക്ടിഫൈ ചെയ്തു. സോ ഔട്ട്പുട്ട് ഈസ് പൾസേറ്റിംഗ് DC. ശരിക്കും DC എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം, പക്ഷേ ഇവിടെ പൾസേറ്റിംഗ് DC ആണ്. സോ റിപ്പിൾ ഫാക്ടർ എന്താണെന്ന് നോക്കാം. റിപ്പിൾ ഫാക്ടർ ദാറ്റ് ഈസ് VAC by VDC, ദാറ്റ് ഈസ് 0.48 ആണ് റിപ്പിൾ ഫാക്ടർ. ഓക്കെ, റിപ്പിൾ ഫാക്ടർ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ 0.48 ആണ്. ഹാഫ് വേവിൻ്റെ എത്ര 1.21. അപ്പോൾ റിപ്പിൾ ഫാക്ടർ കുറഞ്ഞു. ദെൻ എഫിഷ്യൻസി ദാറ്റ് ഈസ് 0.812 divided by 1 plus RD by RL. Okay, so this is dynamic resistance of a diode, this is load resistance. So RD is much less than RL. അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ദിസ് ബിക്കം 1. ഇതെന്താ, ഇത് 0 ആയിട്ട് വരും. 1 + 0 1. That is maximum efficiency equal to 81.2%. This is the maximum efficiency of a full wave rectifier. Okay. സോ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ദാറ്റ് ഈസ് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് PIV
പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അതായത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇത്രയും സ്ഥലത്തുള്ള വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ഡ്യൂറിങ് പോസിറ്റീവ് ഹൗസ് സൈക്കിൾ ഇതിന് അക്രോസ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഇത് നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഡ്യൂറിങ് പോസിറ്റീവ് ഹൗസ് സൈക്കിൾ ഇത് മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് വി എമ്മും ഇവിടെ ഉണ്ടാകുന്നത് മൈനസ് വി എമ്മും ആണ്. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്നത് വി എം, ഇവിടെ ഉണ്ടാകുന്നത് മൈനസ് വി എം ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നോൺ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ഈ വോൾട്ടേജും കൂടി ഇവിടെ കാണും. ദാറ്റ് മീൻസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്തായിരിക്കും? ദാറ്റ് ഈസ് 2 into Vm ആണ്. 2 into Vm. ഓക്കെ, സോ അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഇവിടെ നോൺ കണ്ടക്റ്റിംഗ് അക്രോസ് ഉണ്ടാകുന്നത് 2 Vm ആയിരിക്കും. സോ വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ? ഒന്നാമത്തത് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ആ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡയോഡ് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഈച്ച് സൈക്കിളിൽ ഏതെങ്കിലും ഒരു ഡയോഡാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹാഫ് വോൾട്ടേജ് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ യൂസ് ചെയ്യുന്ന ഡയോഡ് ലാർജ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ക്യാരി ചെയ്യുന്ന ഡയോഡ് ആയിരിക്കണം. അതായത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്ര തന്നെ കൂടിയാലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഡയോഡായിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 2 ഹാഫ് സൈക്കിളും നമുക്ക് ഒരു ഡയോഡ് മാത്രമേ ഒരു ഹാഫ് സൈക്കിളും വർക്ക് ചെയ്യുന്നുള്ളത് കൊണ്ട് മറ്റു വോൾട്ടേജിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇവിടെ വളരെ കൂടുതലുമാണ്. ഓക്കെ, ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. സോ ദിസ് ഈസ് ദ വേവ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ എഫിഷ്യൻസി റിപ്പിൾ ഫാക്ടർ ഈസ് 0.48. എഫിഷ്യൻസി ദാറ്റ് ഈസ് 0.812 divided by 1 plus RD by RL. So the maximum efficiency is 81.2%. ഹാഫ് വേവിൽ ഇതിൻ്റെ നേരെ പകുതിയായിരുന്നു. ദാറ്റ് ഈസ് 40.6% ആയിരുന്നു. ഓക്കെ, സോ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നന്നായിട്ട് ഓർത്ത് വെക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത് ഏതാണ്? S1, ഓക്കെ, D1, O, then A, B, C. സോ ഇതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഏതാ? S2, ഓക്കെ, S2, D2, O, A, B, C. സോ ഈ പാത്ത് നോക്കൂ, 2 ഭാഗത്തും ഈ റെസിസ്റ്റൻസിന് അക്രോസ് സെയിം ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ടേക്ക് ഇൻവേർട്ട് ചെയ്ത് വന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വൺ ബ്രിഡ്ജ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയർ. സോ ദിസ് ഈസ് ദ ഡയഗ്രാം ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ നമ്മളിവിടെ ഈ 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യും. സോ ഡയോഡ് D1, D2, D3, D4. ഓക്കെ, ദെൻ ഇവിടെ സാധാരണ ട്രാൻസ്ഫോമർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് പ്രൈമറി, ദിസ് ഈസ് ഇൻപുട്ട്, ദിസ് ഈസ് സെക്കൻഡറി. ഓക്കെ, ദെൻ ദിസ് ഈസ് ലോഡ് റെസിസ്റ്റൻസ്. But during positive half cycle, A become positive and B become negative. That is, അപ്പോൾ ഇവിടെ E എന്ന് പറയുന്ന പോയിന്റും പോസിറ്റീവ് ആയിരിക്കും. സോ ദിസ് ഈസ് മച്ച് പോസിറ്റീവ് ആയിരിക്കും ദാൻ F. ഈസ് മച്ച് പോസിറ്റീവ് ദാൻ F. എഫിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഇവിടെയാണുള്ളത്. സിമിലർലി H is much greater than, the positive charge is much greater than G. ഇവിടെയുള്ള പോസിറ്റീവ് ചാർജിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ടാവും. ദാറ്റ് മീൻസ് D3 and D1 is forward bias. D1ഉം D3 ഫോർവേഡ് ആയിരിക്കും. ഇത് ഏകദേശം റിവേഴ്സ് പോലെയാണ് ആക്ട് ചെയ്യുക. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ഇതിലൂടെ വരും, വോൾട്ടേജ് അതുപോലെ തന്നെ ഇതും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് പോകുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇൻപുട്ട് നമുക്കറിയാം എ സി ആണ്. ദിസ് ഈസ് എ സി. ഓക്കെ, എ സി. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് ഇതുപോലെ ഇതും കടത്തി വിടുന്നു. ഓക്കെ എന്ന് പറയുമ്പോൾ രണ്ടും കടത്തി വിടുന്നതുകൊണ്ട് നല്ല പീക്ക് ഉണ്ടാവും കൂടുതൽ. So during negative half cycle, so this become negative and this become positive. That is, G is much greater than, കാരണം G Fനേക്കാൾ കൂടുതൽ പോസിറ്റീവ് G ആയിരിക്കും. So G കൂടുതൽ പോസിറ്റീവാണ് ഇതിനേക്കാൾ, Fനേക്കാൾ. Similarly, H is more positive than G. Okay? That means D2 ഇത് പോസിറ്റീവ് ആണ്, അപ്പോൾ ഇത് ഫോർവേഡ്. ഓക്കെ, then D4 ഇതും എന്താണ്? ഫോർവേഡ്. അപ്പോൾ D2 and D4 ഈ നേരത്തെ കണ്ടക്ട് ചെയ്യാതിരുന്ന രണ്ട് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. D2 and D4 സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ D2 D4 സെക്കൻഡ് ഹാഫ് സൈക്കിൾ. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ D1 and D3. അപ്പോൾ ഇതാ D2 ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അതുപോലെ തന്നെ D4. അപ്പോൾ രണ്ട് കേസിലും ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ഡയറക്ഷനാണ്. അതുകൊണ്ട് ഇവിടെ വീണ്ടും ഫുള്ള് കിട്ടും. ഓക്കെ, സോ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത ഹാഫ് സൈക്കിളിലാകുന്ന സമയത്ത് വീണ്ടും കിട്ടി, അടുത്ത ഹാഫ് സൈക്കിളിൽ വീണ്ടും. ഓക്കെ, സോ നമുക്ക് ഈ രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആദ്യം D1 D3 D1 and D3 ഫോർവേഡ് ബയാസ് ആയി. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് അടുത്ത ഹാഫ് സൈക്കിളിൽ D2 and D4 അത് രണ്ടും ഫോർവേഡ് ആയി. സോ നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് അക്രോസ് നമുക്ക് കൂടുതൽ, അതായത് നമ്മുടെ DC പൾസേറ്റിംഗ് DC നമുക്ക് കിട്ടി. സോ ദിസ് ഈസ് ഇൻപുട്ട് and this is output. Okay, so this is the working of a bridge rectifier. Okay, next one, the peak inverse voltage of a bridge rectifier. So എന്താണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും തമ്മിലുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? അപ്പോൾ നമുക്ക് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നോക്കാം ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ. ഓക്കെ, സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്കറിയാം D1 D3 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നു. അതേസമയം D2 and D4 അതൊരു റെസിസ്റ്റർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ലേ, RD ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ള രണ്ട് റെസിസ്റ്റർ പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്ററും പാരലായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാരലായിട്ട് വെക്കുമ്പോൾ എന്താ പ്രത്യേകത? ഇതിന് അക്രോസുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. സോ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? VM ആണ്. ഓക്കെ, അപ്പം ആ VM എന്നുള്ള വോൾട്ടേജ് അത് ഇത് രണ്ടിനും അക്രോസ് സെയിം, കാരണം പാരലായിട്ട് രണ്ട് റെസിസ്റ്റർ വെച്ച എഫക്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ദാറ്റ് മീൻസ് ഇൻ ദ കേസ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഈസ് VM. അതേസമയം ഫുൾ വേവ് റെക്ടിഫയറിൽ എന്തായിരുന്നു? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2VM ആയിരുന്നു. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിൽ എന്തായി? ഈ 2VM എന്നുള്ളത്, അതായത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ആ 2VM എന്നുള്ളത് VM ആയിട്ട് മാറി. സോ ദിസ് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ ഓവർ ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ദെൻ അതുപോലെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താ? എലിമിനേറ്റ് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ എലിമിനേറ്റ് ചെയ്യപ്പെടും. കാരണം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലാക്കി അതിനെ നമുക്ക് ഒഴിവാക്കി സാധാരണ ട്രാൻസ്ഫോമർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, ദെൻ ഇപ്പോൾ പറഞ്ഞ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM ആയി മാറി. ദെൻ ദ ഔട്ട്പുട്ട് DC
DC voltage, output voltage, bridge rectifier and output voltage full wave rectifier and output voltage 2 times. Okay, so this efficiency is same input voltage കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ full wave rectifierനേക്കാൾ കൂടുതൽ output തരുന്ന bridge rectifier. So these are the advantage. First one, eliminate center type transformer. Then peak inverse voltage equal to Vm. Third one, the output voltage of bridge rectifier, output DC voltage of bridge rectifier is very high. That is 2 times the output voltage of full wave rectifier. Then what are the disadvantages? ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് യൂസ്ഡ് 4 ഡയോഡ്. ഫുൾ വേവിൽ 2 ഡയോഡ് കൊണ്ട് ഇവിടെ 4 ഡയോഡ് വേണം. ദെൻ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇന്റേണൽ റെസിസ്റ്റൻസ് വെരി, അതായത് ഒരേ സമയം 2 ഡയോഡാണ് ഫോർവേഡ് ബയാസിൽ. അതുകൊണ്ട് ഓരോ ഡയോഡിൻ്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, RD എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ കുറച്ച് കൂടുതലാണ്. ഇത് രണ്ടുമാണ് ഡിസഡ്വാൻറ്റേജ്. അതൊന്ന് 4 ഡയോഡ് ഇവിടെ യൂസ് ചെയ്യുന്നു, പിന്നെ 2 റെസിസ്റ്റൻസ് ഒരേ സമയം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് അത് കുറച്ച് കൂടുതലാണ് ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ ഓവർ ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ.